സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു? ഞങ്ങൾ എല്ലാവരും ഇവിടെ ഹാപ്പിയായി സുഖമായിരിക്കുന്നു. സോ നമ്മൾ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള യാത്ര തുടരുകയാണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ 900 കണ്ടിയുടെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തും. ആൻഡ് ഇതാണ് നമ്മൾ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള പാർക്കിംഗ് ഏരിയ. സോ നമ്മളിവിടെ പ്രൈവറ്റ് നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയെ ചൂസ് ചെയ്യാം. സോ അവർ ജീപ്പ് സഫാരി ഈസ് ലൈക്ക് അഡ്വെഞ്ചറസ് ട്രിപ്പ്, അടിപൊളി ട്രിപ്പാണ്. ലൈക്ക് നമുക്ക് ഐ ഗെസ് 6 പേർക്ക് ഒരു ജീപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഇറ്റ് കോസ്റ്റ് അറൌണ്ട് 1250 ആണ്. ഇത് ഈ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു സഫാരി ഇഷ്ടപ്പെടും. ആൻഡ് ഓൾസോ ഇവിടെ ട്രക്കിങ്ങിന് കുറേ പേര് ട്രക്കിംഗ് ചൂസ് ചെയ്യും. ആൻഡ് ഓഫ് റോഡ് ബൈക്ക് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. അടിപൊളി ട്രിപ്പാണ്. ആൻഡ് നമ്മൾ വന്ന വെഹിക്കിൾ ഇവിടെ പാർക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ സെയിം വെഹിക്കിൾ തന്നെയാണ് താഴോട്ട് പോവുക. ഇതാണ് എൻട്രി ഫീ. അഡൽട്ടിന് 250 റുപ്പീസും ചിൽഡ്രൻസിന് ഐ ഗെസ് 100 റുപ്പീസും ആണ് ചാർജ് വരുന്നത്. സോ നമ്മൾ 900 കണ്ടിലേക്കുള്ള യാത്രയിൽ കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈക്ക് റിഫൽ ആൻഡ് ആർച്ചറി ആൻഡ് ജെയിൻ സ്വിങ്, പിന്നെ നമ്മൾ ക്രിക്കറ്റ് കോർട്ട് ഉണ്ട്. ദർ ഇസ് ലോട്ട് ആക്ടിവിറ്റീസ് അവിടെ. നമ്മൾ ടൈം കൺസ്ട്രെയിൻ കാരണം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ആൻഡ് കുറച്ച് ആക്ടിവിറ്റീസ് അത്രയേ ഉള്ളൂ. പിന്നെ എക്കോ പാർക്ക് ഉണ്ട്. സോ ഇതാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ്. സോ നമ്മൾ റീൽസിൽ കാണുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സ്പേസ് ആണ്. ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം നല്ല റഷായിരുന്നു. ആൻഡ് സോ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ ചാൻസിന് വേണ്ടിയിട്ട്. വിധു അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ. അവൻ എക്സ്പ്ലോർ ചെയ്യാണ്. സോ അവൻ അവിടെ അങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. ആൻഡ് ഇത് നമ്മൾ മേലും താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്. ആൻഡ് ദിസ് ഇസ് എ 360-degree വ്യൂ. ഗ്ലാസ് ബ്രിഡ്ജിൽ അവിടെ സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. ആൻഡ് ആ ടോപ്പ് വ്യൂ പോയിന്റ് പറയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ താഴത്തേക്ക് വന്നപ്പോൾ പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ റോപ്പ് ക്ലൈമ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ പ്രവീൺ ബ്രോ ട്രൈ ചെയ്യുവാണ്. ഇറ്റ് വാസ് ലൈക്ക് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഒരു ഫൺ മൊമെന്റ് ആയിരുന്നു. സോ ഞാനും ഭാവിയും മജുട്ടനും കൂടെ അവിടെ സ്വിങ് ഉണ്ടായിരുന്നു. ചെറിയ സ്വിങ് ആണ്. സോ നമ്മളവിടെ ഇന്ന് സ്വിങ്ങിൽ ഇരിക്കുകയായിരുന്നു. നമ്മൾ 900 കണ്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ആൻഡ് നമ്മൾ ബാക്ക് ടു നമ്മളുടെ മൗണ്ടൻ വ്യൂ റിസോർട്ടിലേക്കാണ് യാത്ര തുടരുന്നത്. സോ ഇതാണ് നമ്മൾ മൗണ്ടൻ വ്യൂ റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ ആക്ച്വലി ചെക്കിൻ 2 o'clock ആയിരുന്നെങ്കിലും നമ്മൾ ലേറ്റായി ആക്ച്വലി ചെക്കിൻ ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. ആൻഡ് ഇതാണ് നമ്മൾ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വൈബുള്ള റിസോർട്ടായിരുന്നു. ലൈക്ക് ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒരു ഗെറ്റ് ടുഗെദർ മാതിരിയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണിത്. സോ നമുക്ക് നമ്മുടെ റിസോർട്ട് കണ്ടാലോ? സോ ഇതാണ് മൗണ്ടൻ വ്യൂ റിസോർട്ട്. നമുക്കിവിടെ ഒരു 2 റൂം താഴെ ഉണ്ട്. ആൻഡ് ആക്ച്വലി ഈ കോട്ടേജിൽ വരുന്നത് ഐ ഗെസ് 5 റൂംസ് തോന്നുന്നു. താഴത്ത് 2 ഉണ്ട്. അതുപോലെ അവിടെ അന്ന് ആരും ഉണ്ടായിരുന്നില്ല ഗസ്റ്റ്. നമുക്ക് തന്നത് 2 റൂം താഴെയും 1 റൂം മേലെയും ആയിരുന്നു. സോ ഇതാണ് നമ്മളുടെ റൂം. ആൻഡ് 2 റൂം താഴെയാണല്ലോ. സോ ഇവിടുത്തെ വ്യൂ ആണ് ഇത്. നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. തൊട്ടപ്പുറത്തെ സുഖും ഫാമിലി ആയിരുന്നു. ആൻഡ് മേലെയാണ് പ്രവീണും അലീനയും ചൂസ് ചെയ്ത റൂം. സോ ഇത് താഴത്തേക്കുള്ള വ്യൂസ് ആണ്. സോ താഴെ നോക്കിയാൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ കാണാം. നമുക്ക് ഷെൽഫും അത്യാവശ്യം വെൽ ഓർഗനൈസ്ഡ് ആയ റൂംസും ഒക്കെ ആയിരുന്നു. ആൻഡ് നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസും ആൻഡ് സെപ്പറേറ്റ് നമുക്ക് ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. ഇത് കൂടാതെ വേറൊരു കിച്ചൺ ഏരിയയും കൂടി ഉണ്ട്. സോ നമുക്ക് അവിടെയും കുക്ക് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മളെ സ്വിമ്മിംഗ് പൂൾ. ആൻഡ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി സീനിക് ട്രീറ്റ് തന്നെയാണ് കേട്ടോ. വൈബുള്ള സ്ഥലമായിരുന്നു. ആൻഡ് ഇത് നമ്മൾ മേലത്തെ റൂം. സോ താഴത്തെ 2 റൂമും കഴിഞ്ഞു. ഇത് മേലത്തെ റൂമിൻ്റെ വ്യൂ ആണ്. സോ ഞങ്ങളൊക്കെ അവിടെ എത്തി ഒന്ന് സെറ്റിലായിട്ട് നമ്മൾ ഐ ഗെസ് ഇവരെല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി ആക്ച്വലി. പക്ഷെ ഞാൻ വാവിനെ ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു. അവന് കുറുക്കൊക്കെ കൊടുത്ത് ഒന്ന് മേലേക്കിച്ച് ഉറക്കി സെറ്റാക്കിയിട്ട് ഞാൻ പിന്നെ താഴത്തേക്ക് വന്നത്. സോ അവരപ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവർ എൻജോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ഇറങ്ങി. സോ ഞങ്ങൾ കുറച്ച് റീൽസ് ചെയ്തായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കൊണ്ടാണ് ഞാനിന്ന് സോങ്സ് അപ്ലോഡ് ചെയ്യാത്തത്. ആക്ച്വൽ സോങ്സ് ഞാൻ ഷോർട്സ് ആയിട്ടിടാം. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ.
സോ ഞങ്ങളുടെ ഡാൻസും റീൽസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ രാത്രിയായി ഒന്ന് സെറ്റായിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എല്ലാ പ്രൊവിഷനും ഉണ്ട് കേട്ടോ. ക്യാമ്പ് ഫയർ ഉണ്ട്, നമുക്ക് ഫുഡ് വേണമെങ്കിൽ നമുക്ക് തന്നെ വെക്കാം. സോ ഞാൻ ആക്ച്വലി മേലെ കാണുന്നത് ഒരു കിച്ചണാണ്, ആൻഡ് ദെൻ താഴെ നമുക്ക് അവിടെ കുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു പ്ലേസും ഉണ്ട്. ആൻഡ് ദെൻ നമ്മൾ ദംഷറത്സ് കഴിച്ചു, പിന്നെ അന്താക്ഷരി കഴിച്ചു. ഇതിപ്പോൾ എൻ്റെ ചാൻസ് ആയിരുന്നു. അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാവിലത്തെ വ്യൂ ആണിത്. രാവിലെ നേരത്തെ എണീറ്റു. സോ അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല മഞ്ഞും ഒക്കെ കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ആൻഡ് ഇത് അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ലൈഫിലെ ബിസി ഷെഡ്യൂൾസിൽ നിന്നും ഈ ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. സോ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് കുറച്ച് കുറവായിരുന്നു. ആൻഡ് ഇത് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്, കാൻഡിഡ് പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യായിരുന്നു. സോ ഇതാണ് റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ നിന്നുള്ള വ്യൂ. സോ താഴെ 2 റൂം, അത് കഴിഞ്ഞിട്ടുള്ള മേലെ 2 റൂം, ആൻഡ് ദെൻ ടോപ്പ് ഒരു റൂം. അങ്ങനെയാണ് കേട്ടോ ഈ കോട്ടേജിൽ വരുന്നത്. സോ ഞങ്ങൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, പാക്കൊക്കെ ചെയ്ത് ഐ ഗെസ് 12 o'clock ചെക്ക് ഔട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ മുട്ടക്കറി ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, സർവീസും അടിപൊളിയായിരുന്നു, വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. സോ അവിടെ നിന്ന് ഞങ്ങൾ പോയത് ബീച്ചൂലിക്കാണ്. ബീച്ച് ഈസ് ഫേമസ് ഫോർ നമ്മുടെ പോത്തുംകാല്. വയനാട് പോയിട്ട് പിന്നെ പോത്തുംകാല് കഴിക്കാതെ എങ്ങനെ പോകുമല്ലേ. അപ്പോൾ ഞങ്ങൾ വന്നത് ഇവിടെ ഹൈപ്പുള്ള ഒരു പ്ലേസ് ആണ് ഇത്, ബീച്ചു എന്ന് പറയുന്നത്. നമ്മൾ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ഇത്. സോ നമ്മൾ അവിടെ നിന്ന് പോയി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇവിടുത്തെ എൻവയൺമെൻറ്റ്, ആംബിയൻസ് വാസ് സോ നൈസ്. ആൻഡ് അത്യാവശ്യം റഷ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലേസ് കിട്ടിയത്. ആൻഡ് നമ്മൾ കുറച്ച് ഓർഗനൈസ് ചെയ്യണം എന്നായിരുന്നു, ബിക്കോസ് നമ്മൾ സീറ്റേഴ്സ് കുറച്ച് കുറവായിരുന്നു, ടേബിൾ സീറ്റിംഗ്. സോ നമ്മളത് രണ്ടും കൂടി സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഇരുന്നത്. ആൻഡ് സോ വാവയ്ക്ക് കുറുക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, അവനതൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ സെറ്റായി. പിന്നെ നമ്മൾ ആക്ച്വലി ഓർഡർ ചെയ്തത് പോത്തുംകാലം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ടു ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ ഞങ്ങൾ തേങ്ങാച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിനീഷേട്ടൻ തേങ്ങാച്ചോറും പിന്നെ ബാക്കി എല്ലാവരും ഗീ റൈസ് ആയിരുന്നു. ഗീ റൈസ് ആൻഡ് പോത്തുംകാലായിരുന്നു കോമ്പിനേഷൻ ചെയ്തത്. ആൻഡ് അലീന ഐ ഗെസ് തായ് ഗ്രിൽഡ് സ്റ്റീക്ക് ആയിരുന്നു, ചിക്കൻ സ്റ്റീക്ക്. ഞാനൊരു പാൻ റോസ്റ്റഡ് ചിക്കൻ സ്റ്റീക്കും ആയിരുന്നു ചൂസ് ചെയ്തത്. ആക്ച്വലി ഈ സ്റ്റീക്ക് അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. ആൻഡ് ദെൻ ആപ്പിൾ മൊയ്റ്റോ അങ്ങനെയായിരുന്നു കേട്ടോ. സോ നമ്മൾ വയനാടൻ ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് പ്ലീസ് ഡു കമൻറ്റ് ഔട്ട് യുവർ സജഷൻസ്. എല്ലാ സജഷൻസും സ്വീകരിക്കുന്നതാണ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ ട്യൂൺ, ബൈ.